ഹലോ ഗൈസ്, നമ്മൾ പുതിയൊരു ഗെയിമാണ് കളിക്കാൻ വേണ്ടി പോകുന്നത്. ഗെയിമിൻ്റെ പേരാണ് സ്ക്വിഡ് ഗെയിം അൺലീഷ്ഡ്. നെറ്റ്ഫ്ലിക്സ് എന്നതിനാണ്. പിന്നെ ഗസ്റ്റിലാണ് കയറിയ ചാടി പോകണമെന്ന് തോന്നുന്നു. ചാടി ഡബിൾ ജമ്പ് അടിച്ചാൽ എങ്ങനെ പോകും? ഇതൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്, അതൊക്കെ ചെയ്ത് നോക്കിയാലോ. ചെയ്ത് നോക്കാം. പോകണ്ട്. പോയി. സാധനം ചമർത്തിയാൽ നമുക്ക് അങ്ങനെ വേണ്ടിട്ട് പോകും. ചാടി വേറെ പ്ലെയേഴ്സൊന്നും ഇല്ലേ? ചാടി നേരെ പോയി. ചാടി ഇവിടെ നിന്ന് ഇങ്ങനെ. ഇവിടെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ട്. ഗിഫ്റ്റ് ബോക്സ് ഇരിപ്പുണ്ടല്ലോ. ഷൂവാ അവിടുത്തെ അൾട്രാ സ്പീഡുണ്ട്. ഇടയിൽ കൂടെ പോയിട്ടും ഒന്നും ചെയ്തില്ല. ഷീൽഡ് ഉപയോഗിച്ച് ഷീൽഡ് അമർത്തി ഇങ്ങനെ പോകാൻ പറ്റും. ഇതിലൊന്നും ചവിട്ടിയില്ലെന്ന് തോന്നുന്നു. നോക്കാം. ഒരു ചാടി ഫിനിഷ് ടൈം കളിക്കുന്നേ. അപ്പം ജയിച്ചാ ചാടി ഫിനിഷ് ഫസ്റ്റ് പ്രൈസ്. ആൾക്കാരുണ്ടായിരുന്നാ? ഇല്ല, ഫാസ്റ്റ് വണ്ണല്ലേ ഉണ്ട്. ഇതാണ് ഗെയിം. ഇങ്ങനെ ചക്ക നിൽക്കുന്ന കാര്യം എന്താ? ഇനി ഞാൻ ഒറിജിനൽ ഗെയിം പറഞ്ഞതെന്ന് തോന്നുന്നു. മറ്റൊരു ട്യൂട്ടോറിയലാണെന്ന് തോന്നുന്നു. 32 പ്ലേയേഴ്സുമായി. റെഡ് ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്, ന്യൂ ഗെയിം. ഞാൻ സ്ക്വിഡ് ഗെയിം വെബ്സൈറ്റ് കളി എടുത്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ കളി ഇത് തന്നെയാണ്. റെഡ് ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്. ഇതിനകത്ത് വേറെ സ്ക്വിഡ് ഗെയിമിൽ ഇല്ലാത്ത കളി ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. റേസ് ടു ദ ഫിനിഷ് ലൈൻ, മൂവ് ഗ്രീൻ സ്റ്റോപ്പർ, അതൊക്കെ നമുക്കറിയാം. ഫസ്റ്റ് ഇപ്പോൾ റെഡ് ലൈറ്റ് അടുത്തടിപ്പോഴല്ലേ അപ്പം കളി ചോദിച്ചു. ഇതിനകത്തും കളിച്ചില്ലെങ്കിൽ തോറ്റ കൊല്ലുമല്ലേ. 16 പേർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ ഇതിനകത്ത്. നിൽക്കാം. എല്ലാവരും കൊന്ന എൻ്റെ അമ്മ. അല്ല, റീസ്പോൺ ആവില്ലേ? എന്നാൽ കുഴപ്പമില്ല. ചാടി പോകുന്ന അടുത്തതിൽ ഞാൻ കയറും. ഉറപ്പിച്ചോ, അടുത്തതിൽ ഞാൻ കയറും. ചാടി ഓക്കെ, പാസ്സായി. ഞാൻ കയറിയത് ആൾക്കാരെല്ലാം കയറുമെന്ന് തോന്നുന്നു. ഇനി ഒരാളെ മാത്രം കയറിയാൽ മതി. പിന്നെ ആൾക്കാരെ കൊന്നോളെ. ബ്ലാക്ക് കളി. സോറി. ഡെത്ത് 87 ഡെത്ത്സായോ എൻ്റെ അമ്മ. എന്നാലും ഞാൻ ഉണ്ടോ? അത് കുഴപ്പമില്ല. ജമ്പ് റോപ്പ്. സ്ക്വിഡ് ഗെയിം സീസൺ 3 ജമ്പ് റോപ്പ് എന്ന് പറയുന്നത്. ഗെയിം മൊത്തം സ്റ്റക്കാണ്. റേസ് ടു ദ ഫിനിഷ്. ഇതൊക്കെ വായിച്ചില്ല. സ്കൂളിൽ സീസൺ 3 കണ്ടിട്ടുള്ളതുകൊണ്ട് അറിയാം എനിക്ക്. 2, 1 ഗോ. എനിക്കതിനെ ഫസ്റ്റ് എത്തണം. ഗ്ലിച്ചായിരുന്നു തോന്നുന്നു. ഷൂ. നേരത്തെ ഷൂ ഓടാൻ പറ്റുന്ന ഷൂ. ഇതിനായിട്ട് ചാടണത്. അതിപ്പോൾ ഉപയോഗിക്കണ്ട. അയ്യോ, അത് പോയി. അത് തന്നെയല്ലേ. അവിടെ നിങ്ങൾക്ക് ഇതിന് ചാടാം. സീസൺ 3 തന്നെയാണ്. ഓടി ഇങ്ങനെ ചാടാം. അത് കൊള്ളാം. അത് പിന്നെ ഷൂ അവൻ്റെ. ഞാൻ തന്നെ ഫസ്റ്റ്. ഞാൻ തന്നെ ജയിക്കുകയും ചെയ്ത്. ഇനി 8 പേർക്ക് അത്ര കയറാൻ പറ്റുള്ളൂ അല്ലേ? സ്പെക്ടൊക്കെ ഇട്ട് നോക്കാം. ചില അവൻ ഇവൻ തെത്ത്. അടുത്ത ആളെ നോക്കണ്ടേ? വേറെ ആളായാ ഇതല്ലേ? വേറെ ആള്. ഇനി 4 പേർക്ക് കൂടെ. ഇനി എത്ര പേരൊക്കെ കൂടെ കയറാൻ പറ്റും? ഇനി 3 പേർക്ക് കൂടെ കയറാൻ പറ്റുള്ളൂ. ഇപ്പം ഇനി 1 പേർക്ക് കൂടെ ഒറ്റ ഒരാൾ. അവർ എല്ലാവരും കഴിഞ്ഞു.
ചിലപ്പോൾ ഈ കളി ഞാൻ ജയിക്കുമെന്ന് തോന്നുന്നു. സ്ക്രീൻ മൊത്തം ബ്ലാക്ക് സ്ക്രീനായില്ല. ഡെറ്റ്സ് എത്ര? 113. ക്യാഷ് എത്ര ഉണ്ട്? ഇതാണ് ലാസ്റ്റ് കളിയെന്ന് തോന്നുന്നു. ഇതും കൂടെ കഴിഞ്ഞാൽ ആര് ജയിക്കും മനസ്സിലാവും. അങ്ങനെ എന്തായാലും ചിലപ്പോൾ ഞാൻ ജയിക്കും, ചിലപ്പോൾ വേറെ ആൾക്കാർ ജയിക്കും. എന്താണെന്ന് എനിക്കും അറിഞ്ഞൂടാ, വേറെ ആർക്കും അറിഞ്ഞൂടാ. പെട്ടെന്ന് സ്റ്റേ അലൈവ്, ഡോണ്ട് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദ സ്ക്വിഡ് എന്ന് പറയുമ്പോൾ ഇതിന് ബാറ്റ് വെച്ച് അടിക്കാനുള്ളതാണ്. ഓഫ്ലൈനിൽ ഞാൻ ഈ ഗെയിം ഒന്ന് കളിച്ച് നോക്കിയായിരുന്നു, അത് തന്നെ തോന്നുന്നു. കത്തി കിട്ടി. ആരെ പോയി കുത്തണം? ഒരുത്തിനെ കുത്തി. ബേസ്ബോൾ ബാറ്റൊക്കെ അത് കിട്ടും. ഷീൽഡൊക്കെ ഉണ്ടല്ലേ, അതിനെ കണ്ടില്ല. കാരണം ബേസ്ബോൾ ബാറ്റ് കേട്ടാ എന്നെ ഇട്ട് അടിക്കല്ലേ, ഞാൻ പാവാണ്. ഇതെല്ലാം മറ്റേ ഓരോ പെട്ടിക്കകത്ത് നിന്നാണ് കിട്ടുന്നത്. ഞാൻ ഓടണേ, എനിക്കൊന്നും വേണ്ട, ഞാൻ പാവാണ്. ബേസ്ബോൾ ബാറ്റ് കിട്ടി, ഇപ്പോഴും കിട്ടും. കിട്ടി. എന്നെ കൊന്നു. ഇതിൻ്റെ വെളിയിൽ പോകലെന്നാണ് നേരത്തെ പറഞ്ഞത്. കത്തി ഇപ്പോൾ കത്തി പോകും. അയ്യോ, കത്തി എടുക്കാൻ പറ്റില്ല. ഓക്കെ, ചക്കയിൽ പോയി. ഇതെന്താ കിട്ടിയ? ബേസ്ബോൾ ബാറ്റ്. ഞാൻ പറഞ്ഞ ബേസ്ബോൾ ബാറ്റ് ഇട്ടു. യാവനെ പേടിക്കാൻ. ഇത് കത്തിയാണ് കിട്ടിയത്. ബേസ്ബോൾ ബാറ്റ് കത്തിയാണ് ഇഷ്ടമായിട്ടാണ്. 2 പേര് എലിമിനേറ്റായി. ഇനി 7 പേര് എലിമിനേറ്റ് ആയാൽ ഞാൻ ജയിക്കും ചിലപ്പോൾ. എന്നിട്ട് ഷീൽഡ് കുത്താൻ വേണ്ടി നമ്മൾ ഷീൽഡ് ഉപയോഗിക്കുക. ഇനി എങ്ങനെ ഞാൻ ചാടി, എന്നെ ആരും കുത്താൻ വേണ്ടി വരണ്ട. ബേസ്ബോൾ ബാറ്റ് കിട്ടി. ഇത് ഞാൻ ആൾക്കാരടിക്കുന്നു. എല്ലാ ബേസ്ബോൾ ബാറ്റാണോ കിട്ടണേ? തമ്മിലടി. അവനെ കൊന്നു. ഇനി ഞാനാണോ ജയിക്കണേ, ഇവനാണോ ജയിക്കണേന്ന് കണ്ടറിയാം. അല്ലല്ല, അവൻ തോറ്റ്. പിന്നെയും തോറ്റ. എന്നെ അടിച്ച് ഞാൻ ചത്ത്. ഞാൻ റീസ്പോണായി. അപ്പം ഇനി ഈ കളിയിൽ ഇതും കൂടെ കഴിഞ്ഞാൽ ആരാണ് ജയിക്കണേ തോക്കണേന്ന് എനിക്കറിഞ്ഞൂടാ. ഈ 3 ഹാർട്ടുണ്ട്. ഈ 3 ഹാർട്ട് പോയാലും നമ്മൾ തോക്കോളൂ. എലിമിനേറ്റഡിൻ്റെ താഴെ കാണിക്കുന്നത് കണ്ട അത്. അവനെങ്ങനെ അടിച്ച് പുറത്താകണം. കുത്തി ചത്ത്. ഇവന് ഈ ഒരു ലൈഫും കൂടെ ഇവനുള്ളൂ എന്ന് തോന്നാൻ. അടിച്ച് കുത്തി നോക്കാം. ഇതിൽ സൈഡിൽ നിൽക്കുക. നീ പഠിച്ചെങ്കിൽ കൊള്ളാൻ. കത്തി വെച്ച് കുത്തി. ഞാൻ വിന്നായി. ഞാൻ വിന്നായി. എൻ്റെ ഫ്രണ്ട് അവന്നിട്ട് അങ്ങനെ ഇരിക്കണേ. ബ്ലാക്ക് സ്കൈന്നായി. കോണ്ടസ്റ്റ് ഓവർ. ഡെറ്റ്സ് 136. ഞാൻ ഗസ്റ്റിൽ ഉപയോഗിക്കണോടാണെന്ന് തോന്നുന്നു. എൻ്റെ പേര് ഇപ്പോൾ സ്മാൾ അലക്സ് എന്നാണ്. 882. അത് ഫ്രണ്ട് മാനല്ലേ അങ്ങോട്ട് വന്നത്. ഫ്രണ്ട് മാൻ്റെ സ്കിന്നിടാൻ കൊള്ളായിരുന്നു. ഫ്രണ്ട് മാൻ്റെ സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ. ടാപ്പ് ടു ഓപ്പൺ. എത്ര പൈസ കിട്ടി? 60,800. 63 കോയിൻസും കിട്ടി. ഇയാളുടെ പേര് വന്നിട്ട് ബിന്നി എന്നാണ്. ബിന്നി എന്ന ക്യാരക്ടർ സ്ക്വിഡ് ഗെയിമില്ലല്ലോ. ബിന്നി എന്ന ക്യാരക്ടർ ഇല്ല. വേറെ കറയാന്തിരി ഡിയോക്സ്. ഡിയോക്സ് എനിക്കറിയാം. ഇതിനകത്തുള്ള സ്ക്വിഡ് ഗെയിം സീസൺ 1-ലുള്ളത്. എങ്ങനെയായത് ഇപ്പം? പിള്ളേർ നോക്കട്ടെ, നമ്മൾ കളിക്കാം. ഈ ഗെയിം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലായിരിക്കും കേട്ടോ. ഈ ഗെയിം വന്നിട്ട് 1.25 GB കാണും. പക്ഷേ ഇൻസ്റ്റാൾ ചെയ്ത് അകത്ത് വരുമ്പോൾ വന്നിട്ട് 3 GB ഉണ്ട്. എൻ്റെ ഫോൺ ഭയങ്കര ഹാങ് ആവും ചിലപ്പോൾ. അതുകൊണ്ടാണ്. ചിലപ്പോൾ വീഡിയോ പോലും നേരെ HD ആയിരിക്കില്ല. അതിന് ക്ഷമിക്കണം, സോറി. ഇത് ആദ്യത്തെ കളിയല്ലേ. റെഡ് ലാഗ് ഞാൻ ഓടി നിൽക്കണേ. ഞാൻ ഫസ്റ്റ് അടിക്കും. ഇതിൽ ഫസ്റ്റ് അടിക്കുന്നത് എല്ലാ വെട്ടിയും ഞാൻ തുടങ്ങും.
ഇതിൽ നല്ല പേടിയുണ്ട്. എനിക്ക് നല്ല കൈയൊക്കെ നല്ല വറക്കുന്നുണ്ട്. ഇത് പേടിച്ചിട്ട് ചാടി 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 എന്തൊക്കെയാ. അടുത്ത കളി ഞാൻ ജയിച്ചു. ഫസ്റ്റ് പ്ലേസ്. അത് റെഡ് ലൈൻ ഗ്രീൻ ലൈൻ്റെ ഫസ്റ്റാണ്. ഇതിൽ നമ്മൾ അടിച്ച് പുറത്താക്കാൻ പറ്റുമോ ആൾക്കാരെ? എന്നാൽ അത് കൊള്ളായിരുന്നു. അപ്പോൾ അവിടെ പോയി. അതിൻ്റെ ഷൂ ആണ് ബേസ്ബോൾ ബാറ്റ് കിട്ട്. ഓടി എൻ്റെ ഫ്രണ്ട് എല്ലാം കത്ത്. അതാണ് നമുക്ക് സ്പെക്ടൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലേ? സ്ക്രീൻ മൊത്തം ബ്ലാക്ക് ആയി പോയി. ഡെറ്റ്സ് എത്ര നേരത്തെ കൂടെ കുറവാണ്. 90 എത്ര, ഇതിപ്പോൾ 80 എത്ര ആയതേ ഉള്ളൂ. ഗ്ലാസ് ബ്രിഡ്ജ് കൊണ്ടായി ഗെയിമിനകത്ത്. ഞാൻ ഇത് പോകുന്നില്ല. ആദ്യത്തെ സീസണിൽ ആദ്യം പോകുന്ന ആൾക്കാർ ഞാനാണ്. ഞാൻ ലാസ്റ്റ് പോവാം. ആൾക്കാർ പോണ പോലെ ഞാൻ പോവാം. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഹായ് കാണിച്ചു നോക്കട്ടെ. ഹായ് എക്സൈറ്റഡ്. ഹായ് ഹായ് ഹലോ അടിച്ചു നോക്കാം. ഹലോ കൂടെ ഹലോ. റേസ്റ്റ് ഫോൺ അവാർഡ് ബ്രേക്കിംഗ് പ്ലസ് K3. ഞാൻ ഡാൻസ് കളിക്കാനൊക്കെ പറ്റുമല്ലേ? ഡാൻസ് കളിക്കാൻ ഇപ്പോൾ സമയമില്ല. 3, 2, 1 ഗോ. ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇതാണ് ആദ്യത്തത്. ഇനി വന്നിട്ട് ഇവിടെ നിന്ന് ഇത്ര ഉള്ളല്ലേ ഗെയിം. ആദ്യം ഒറിജിനൽ പോലെ ആയിരിക്കും. ഇത് എന്നിട്ട് വേറെ എന്തിര്? അതങ്ങനെയൊന്നും ഇതിനകത്തില്ലായിരുന്നു. ആ സമയത്ത് തട്ട് കിട്ടുന്ന ആ പന്നി. എന്നിട്ട് പിഗ്ഗി ബാങ്ക് ആണെന്ന് തോന്നുന്നു. ചാടു 8 ഞാൻ ചത്ത്. എടി ഞാൻ കൊന്നു. ഞാൻ കറക്റ്റ് വന്നതായിരുന്നു. സ്കുഡ് ഗാർഡ് ഒന്നുകൊണ്ട് എന്നെ കൊന്നു. ഞാൻ ലീവ് എടുക്കാൻ വേണ്ടി പോണേ. യുവർ കോൺടെസ്റ്റ് റിസൾട്ട്സ് എക്സലൻ്റ്. യുവർ സർവൈവഡ് എ ഗെയിം. ഓക്കെ, ടാപ്പ് ടു ഓപ്പൺ. നേരത്തെ കുറവാണ്. പുതിയ ക്യാരക്ടറിനെ കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. കറ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഈ ക്യാരക്ടറിൻ്റെ ഇപ്പോൾ ഷീൽഡ് ഇരിക്കും കയ്യിൽ. അതുകൊണ്ട് നേരെ നിൽക്കുമെന്നാണ് പറയുന്നത്. നോക്കട്ടെ ക്യാരക്ടേഴ്സ്. അവിടെ നോക്കട്ടെ. കറ ഞാൻ പറ്റുമോ ഇതിനകത്ത്? കറ നോക്കട്ടെ. ഇവിടെ സംഭവം നോക്കട്ടെ. അബിലിറ്റി അതിൽ MMA കോമൺ. ഔട്ട്ഫിറ്റ്സ് ഇത് കൊള്ളായിരുന്നു. ഇതൊക്കെ കിട്ടും കുറച്ച് കൊള്ളാം. ഇത് സ്കുഡ് ഗെയിമിൻ്റെ എല്ലാത്തിലും ലാസ്റ്റുള്ള ഇതല്ലേ? ഇതിൻ്റെ പ്രസൻറ്റിലുള്ളത് എന്തൊരു ഷെഫാണെന്ന് തോന്നുന്നത്. ഇത് കാർ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം എന്നിട്ട് ആറിനെ കാരണം കേപ്പോപ്പാ അങ്ങനത്തെ അങ്ങനത്തെ ഒരു സീരീസ് വല്ലതുണ്ട്. കേപ്പ് ഉണ്ടെങ്കിൽ കാണണം. ഒരുപാട് പൈസ കിട്ടി. ഈ ക്യാരക്ടറിന് എടുക്കണമെങ്കിൽ ഇപ്പോൾ ഉണ്ടല്ലോ 50 പോയിൻറ്റ്സ് എനിക്ക് കിട്ടിയോ. 90 പോയിൻറ്റ്സ് വേണം. കുറച്ച് പോയിൻറ്റ്സ് ഇപ്പം തന്നെയായി. 70 80. ഇനി 10 പോയിൻറ്റ്സ് കൊണ്ട് മാത്രം മതി ഇതിനെടുക്കുക. 10 പോയിൻറ്റ്സ് കിട്ടണേ. ഇതൊന്ന് പിന്നെ ഒരുപാട് കോയിൻസ് കിട്ടണേ. ഇത് കിട്ടി. ഞാൻ നേരത്തെ ചോദിച്ചതില്ലേ മറ്റേ ഔട്ട്ഫിറ്റ്സ്. ഇത് കിട്ടി. ഇപ്പം പുതിയ ആളിനെ കിട്ടിയെന്ന് മറ്റേ ഡീലക്സ്. മറ്റേ ഇതുണ്ടല്ല, ഈ ക്യാരക്ടറിന് കയ്യിൽ എപ്പോഴും കത്തിയാണ് എന്ന് തോന്നുന്നു. സ്കുഡ് ഗെയിം സീസൺ 1 ആളാണിത്. ബിന്നി അല്ലേ ഇതല്ലേ ഇപ്പോൾ നമ്മൾ ആദ്യം കളിച്ചോണ്ടിരുന്നത്. ഇതിലെ ഷൂ. ഇനി മുതൽ അവൻ്റെ കയ്യിൽ മൊത്തം ആ ഷൂ ആണ്. ഓടുന്ന ഷൂ. കാരണം ഇതിൻ്റെ ഔട്ട്ഫിറ്റ് മാറ്റിയിട്ടുണ്ടല്ലോ. അതും ആക്കി കളിച്ചു നോക്കിയിട്ട് അവനും കൂടെ ആക്കി കളിച്ചു നോക്കിയിട്ട് നിർത്താം ഗെയിം. ബിന്നിയായിട്ട് നമ്മൾ കളിച്ചാലാ അല്ലെങ്കിൽ ബിന്നിയാണ് ഇതാണത്. നോക്കിയതാണത്. ബിന്നി മറ്റേ ഇതാവോ പ്രസംഗക്കാരൻ? ആവും. ഇങ്ങനെയൊക്കെ വെച്ച് കളിക്കാൻ പറ്റുമോ? 2% മാറ്റമുള്ള ഉണ്ടല്ലേ. നമുക്ക് ഇതിനെ കേട്ട് കളിക്കാം ആദ്യം.
ഇവിടെ കൊടുക്ക്. ഭയങ്കര സ്റ്റക്കുണ്ടല്ല, ഇവിടെ അടുത്തിലാവണില്ല. പെട്ടെന്നായി ടൈപ്പ് ലേറ്റ് ഫോർ സ്കൂൾ. ഇതെനിക്ക് പറ്റില്ല, ഞാൻ എപ്പോഴും ചാവണ ഗെയിമാണത്. ഞാൻ ഓഫ്ലൈനിൽ കളിച്ചപ്പോഴും ഭയങ്കര പാടായിരുന്നു. എന്താ ഗെയിമത്തെ സ്റ്റക്കായ? സ്കിപ്പ് ഓ ഈ ക്യാരക്ടറിന് ചുമ്മയല്ല എപ്പോഴും ഷീൽഡ് ആണെന്ന് പറഞ്ഞ്. ഗെയിം ഇതിനകത്തും ഭയങ്കര സ്റ്റക്കാണ് കേട്ടോ. സ്ക്രീൻ റെക്കോർഡൊക്കെ അങ്ങനെ ഉണ്ടാവുന്ന പോലെ എനിക്ക് അറിഞ്ഞൂടാ. ഗിഫ്റ്റ് ബോക്സൊക്കെ ഇപ്പം ആവശ്യമില്ല എന്നുവെച്ചുകൊണ്ടല്ലേ ഇപ്പം നമ്മൾ ഗിഫ്റ്റ് ബോക്സ് ഒന്നും ഇപ്പം ആവശ്യം വേണ്ട. ചാവാൻ വേണ്ടി കിടക്കുമ്പോഴാണ് എൻ്റെ ഗിഫ്റ്റ് ബോക്സ്. ഓട് ഈ ചെയ്യുന്ന കട്ടി കളയും. ചത്ത് ആദ്യത്തെ ട്രൈ തന്നെ ചത്ത്. ഇവിടുന്ന് സ്പോണായതുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ ചത്ത്, ഞാൻ അറിയാതെ പോയതാണ്. എനിക്ക് ലേറ്റ് ഫോർ സ്കൂളിൽ ഭയങ്കര പാടാണെന്നുണ്ടെങ്കിൽ ഒട്ടും ഇഷ്ടമില്ല. ചത്ത്. കുറച്ച് ബാക്കുള്ള ഞാൻ കൊള്ളായിരുന്നു. അമ്മ ചത്ത്. ആ ഷീൽഡ് പോവല്ല. ആ ഷീൽഡ് പോയി. ഓക്കെ, ചാടി ഓക്കെ. ഇതായിട്ട് നമ്മൾ കണ്ടില്ല, അതാണ്. ഷീൽഡ് ഉപയോഗിച്ചിട്ട് പോവാം. അയ്യോ ഷീൽഡൊക്കെ മറന്നുപോയി. ഷീൽഡ് ഇപ്പം അമർത്തി വയ്ക്കാം. ഷീൽഡ് അമർത്തി ഇപ്പം പോവും. കത്തി കിട്ടിയാ? കത്തി ഇപ്പം എന്തിനാ ആവശ്യം? ലേറ്റ് ഫോർ സ്കൂളിനാ കത്തി. എൻ്റെ ഇതെന്തിനാ മറ്റേ ഇതില്ല. എന്നെ ആര് കുത്തിയതിപ്പം? എന്നെ തന്നെ കുത്തിയേക്കുന്നു ആരാന്ത്. ഈ സൈഡിൽ കൊണ്ട് പോയിക്കൊണ്ടിരിക്കാം. പോലെ ഇതായാലോ എന്നെ ഷൂട്ട് ചെയ്തതാണ് അല്ലേ? എല്ലാവരും കയറിയുണ്ട്. സ്ക്രീൻ റെക്കോർഡ് ആവുന്നുണ്ടാന്ന് നോക്കിയതാണ്. ടിക്കറ്റ് ടൂർ ഇതൊക്കെ പുതിയ ഗെയിംസാണ്. ആക്കട്ടെ, ലീവ് കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ ചത്തല്ലേ, ഞാൻ മറന്നുപോയി. ലീവ് കൊടുത്ത് നോക്കട്ടെ. പിന്നെ ലീവ് വാങ്ങിക്കുന്നില്ലേ? ഇപ്പം ചാറ്റ് ചെയ്യാൻ പറ്റുമോ? എന്നടിച്ചു നോക്കാം. അഞ്ചത്തോണ്ട് അമ്മ എന്ന് വിളിക്കാൻ വരാം. മോം ഒന്ന് അടിച്ചു കൊടുക്കാം. സ്കിപ്പ് ഉണ്ടോ? അതിന് ഞാൻ ലീവ്. കോണ്ടസ്റ്റ് റിസൾട്ട്സ് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ടാപ്പ് ടു ഓപ്പൺ കര നെക്സ്റ്റ് റിവാർഡ്. നമുക്ക് പുതിയ ആളെ കിട്ടി, ബീട്രീസ്. അപ്പം ഇങ്ങനെയാണ് കളി. ഓരോ ലെവലിൽ കഴിയുമ്പോൾ ക്യാൻസൽ കൊടുക്കാം. അയ്യോ ഞാൻ ക്യാൻസൽ കൊടുക്കാൻ പെട്ടെന്ന് ആൾക്കാർ കയറി. ക്യാൻസൽ കൊടുക്കാനും പറ്റിയില്ല. അടുത്ത കളി നോക്കാം. അതിനെ എല്ലാതും അടിച്ചു കൊടുക്കാം. ചോദിക്കാണ് ആരെ ഫ്രണ്ട് ആവാൻ ആരെങ്കിലും ഉണ്ടാകുന്നു. ഞാൻ പറഞ്ഞു അന്ന് കണ്ട് പൈസ കൊടുത്തു. റൈസ് ടു ഫിനിഷ് അവാർഡ് ബ്രേക്കബിൾ ഗേൾസ്. ഇതൊരു ഗ്ലാസ് ബ്രിഡ്ജാണോ? ഡാൻസ് കളിക്കാണ്ടിരിക്കാന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഇല്ല, ഗെയിം സ്റ്റാർട്ടായ പിന്നെ ഞാൻ ഡാൻസ് കളിച്ചിട്ട് കുഴപ്പമില്ലായിരുന്നു. ഓക്കെ ആൾക്കാർ പോകണം നോക്കി പോകാം. ചാട് ഓക്കെ. അത് കുത്താൻ വേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇതല്ലാതെ ഈ കളിയിൽ തന്നെ പേര് മാറ്റിയിട്ടതാണോ എന്ന് അറിഞ്ഞൂടാ. ഇങ്ങനെ പോയി കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാട് കേട്ടോ. മറ്റേ സ്ക്വിഡ് ഗെയിം സീസൺ 1 ആണോ 2 ആണോ അറിഞ്ഞൂടാ. ഇതിൻ്റെ ഇടയിൽ കൂടെ പോകും. അതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു.
എന്നെ കാര്യം കൊന്നേ. ഓ ഇങ്ങനെയാണ് ആൾക്കാരെല്ലാം കയറി ഉണ്ടാണ്. അടുത്തതിനെയും ക്യാൻസലടിച്ച് നെക്സ്റ്റ് ആളായിട്ട് കളിക്കാൻ വന്നു. ഓട് എന്ന് ഓടണ്ട, ബോഡി ഓടെന്ന് പറഞ്ഞു ഞാൻ ആയിപ്പോയത്. വേണ ഓ ഹായ് കൊടുത്ത് ഇത് മറ്റേ നമ്മൾ ആദ്യം കളിച്ച കളിയാണെന്ന് തോന്നുന്നു. ഞാൻ ലീവ് കൊടുക്കണ്ട, എനിക്ക് ലീവ് കൊടു. എനിക്ക് അടുത്ത ആളായിട്ട് കളിക്കണം. ഒരു കോണ്ടെക്സ്റ്റ് അറിയില്ല എന്തായപോലെ. പിന്നെ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ടാപ്പ് ടു ഓപ്പൺ നെക്സ്റ്റ് റിവാർഡ്. ഓക്കെ ബ്യൂട്രിസ്. ബ്യൂട്രിസ് അൺലോക്ക് ആയില്ലായിരുന്നു. ക്യാരക്ടർ എപ്പോഴാണ് കിട്ടിയത്? മറ്റേ പോയിന്റ്സ് ഇല്ലാതെ ക്യാരക്ടറൊന്നും കയറാൻ പറ്റൂലായിരുന്നു. അപ്പം കിട്ടി. മെയിൻ മെനു. നോട്ട് നൗ. ക്യാരക്ടറിനോട്ട് അടിച്ചു കൊടുക്കാം. ക്യാരക്ടർ മറ്റേ ഡിക്സു അവനെ കയറി. ഇങ്ങനെയൊക്കെ എപ്പോഴും കത്തി കിട്ടും. ഡിയോക്സു പ്ലേ. ഇന്ന് പെട്ടെന്ന് കയറി. ഓട് സ്ലീപ്പ് സ്റ്റോൺസ്. ഓക്കെ ഇതിൽ ഗെയിമിന് ഇത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. ഫുഡ് കൊടുക്കണോ ബാറ്റ് കൊടുക്കണോ എന്തിനും കൊടുക്കുക ഇട്ടിട്ട് നോക്കാം. OUT ഔട്ട്. അയ്യോ കൊടുക്കാൻ പറ്റില്ല. ഗുഡാണായെന്ന് തോന്നുന്നു. ഗുഡ് തന്നെ ഗെയിം കൊടുക്കാം. ഗുഡ് തന്നെ കൊടുക്കാൻ പറ്റണം. എല്ലാവരും ഡാൻസൊക്കെ കളിക്കാൻ പറ്റുമല്ലേ? ഡാൻസ് കഴിഞ്ഞ് ഓടാൻ വേണ്ടി പറ്റൂല. ആൾക്കാർ കയറി പെട്ടെന്ന് പോയാൽ ഇപ്പം ചാവും. നേരെ കളിക്കാൻ പോലെ അറിഞ്ഞൂടെ. ഇവിടെ നിന്ന് ഇങ്ങനെ ലോങ് ജമ്പ് എടുക്കണോ അല്ലാതെ എന്ത് ചെയ്യണം? എനിക്ക് നല്ല പേടിയാവണുണ്ട്. ലോങ് ജമ്പ് എടുക്കാൻ പറ്റും. ഓക്കെ ഞാൻ ചത്ത്. 16 പേരില്ലേ? 16 പേരല്ലേ ഞാൻ ഒരാൾ കയറാൻ പറ്റുമെന്ന് തോന്നും. ഞാൻ ജയിച്ച് 16 പേരൊന്നായില്ല. പാസ്. ഇനി 6 പേരെയും കൂടെ കയറാനുണ്ട്. താനോസൊക്കെ ഉണ്ടല്ലേ അതിൽ? താനോസൊക്കെ പോയി. താനോസ് മരിച്ചു. പാവ താനോസ്. ഇനിയും കളിയുണ്ടല്ലേ? അതിലെ ബമ്പർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ആദ്യം കളിച്ചതും. ഇനി മുതൽ എൻ്റെ വീഡിയോസ് എല്ലാം പറഞ്ഞ ഇത് ഇപ്പോഴായിരിക്കും. ഒരു 6 മണി അല്ലെങ്കിൽ 7 മണി. ഞാൻ 6 മണിക്ക് ഇടാൻ ശ്രമിക്കാം. പക്ഷേ ഇടുമ്പോൾ തന്നെ എല്ലാം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും ഒരുപാട് നേരം. അതുകൊണ്ട് 6 മണി തന്നെ 6 മണിയിലല്ലേ ഒരു 6 മണി ടു 8 മണി വരെ ഉള്ളിൽ നോക്കി വെച്ചാൽ എൻ്റെ വീഡിയോന് പുതിയ ചില സമയത്ത് ഞാൻ കളിക്കാനൊക്കെ പോകും. അതുകൊണ്ട് എനിക്ക് ചിലപ്പോഴേ വീഡിയോ ഇടാൻ വേണ്ടി പറ്റുള്ളൂ. ഫുട്ബോൾ ക്രിക്കറ്റൊക്കെ അതുകൊണ്ട് എനിക്ക് ചിലപ്പോഴൊക്കെ വീഡിയോ ഇടാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഞാൻ കയറി വരുമ്പോൾ 9 മണിക്കൂർ ആകും. അതുകൊണ്ട് മാത്രം അതിനെ എഡിറ്റ് ചെയ്യാനും ഒരുപാട് സമയം എടുക്കും. നമ്മൾ ചിലപ്പോഴേ വീഡിയോസൊക്കെ വരുള്ളൂ ഇടയ്ക്കിടയ്ക്ക്. ഒന്നും വിചാരിക്കാത്ത സമയമായിരിക്കും, ചിലപ്പം വിചാരിക്കുന്ന സമയമായിരിക്കും. പക്ഷെ എന്തുമാത്രം വീഡിയോ എടുത്ത് ചെയ്തിട്ടാലും ഉണ്ടല്ല ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല. അതാണ് എനിക്ക് സങ്കടം. ഓട് ചത്ത് ഞാൻ ഇപ്പോൾ വീഡിയോ നിർത്തണമെങ്കിൽ ഇപ്പം ഞാൻ പറയാം. നിർത്താൻ വേണ്ടി പോണ്. അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ വേണ്ടി പോവുകയാണ്. ഇനിയും അതിൻ്റെ എപ്പിസോഡ് വേണമെങ്കിൽ തീർച്ചയായും കമൻ്റ് ഇടുക. അപ്പം രജിസ്റ്റർ സൈനിങ് ഔട്ട് പറയുന്ന മുമ്പ് വേറെ കാര്യം പറയാനുണ്ട്. ഇതിൻ്റെ അടുത്ത എപ്പിസോഡ് വേണമെങ്കിൽ മാത്രം കമൻ്റ് ഇട്ടാൽ മതി. അപ്പോൾ രജിസ്റ്റർ സൈനിങ് ഔട്ട്.